അല്ല, അത് പറ്റൂലെന്ന് തോന്നിയോണ്ടല്ലേ പോകുന്നത്. ഞാൻ മാത്രമല്ലല്ലോ, പൊന്നാനിയിലെ പിന്നെ UDFന്റെ സ്ഥാനാർത്ഥി സിമിയുടെ കെയർ ഓഫിൽ മത്സരിച്ച് ഫറൂഖ് കോളേജിൽ ചെയർമാനായിട്ടുള്ള ആളാണ്. അതെന്താ പറയാത്തത്? അത് നിങ്ങൾക്ക് അറിയില്ല? അറിയില്ലേ? ഞാൻ ചെയർമാനൊന്നും ആയിട്ടില്ല. പിന്നെ മാത്രമല്ല, സിമിയുടെ അന്നത്തെ ഷൂറ മെമ്പറായിരുന്നു അദ്ദേഹം. ഞാനതിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് മാത്രം. അത് തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ ഞാനും പോകുന്നത്, അദ്ദേഹവും പോകുന്നത്. അല്ല, അങ്ങനല്ല. നമ്മൾ ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യമാകുമ്പോഴല്ലേ നമ്മൾ പോരുക, അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെന്താ? അപ്പൊ നിങ്ങൾ സമദാനിന്റെ കാര്യം പറഞ്ഞില്ല, എന്റെ കാര്യമാണ് നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം. ഞാനിതിലൊരു മെമ്പർ മാത്രമായിരുന്നു. സമദാനി അതിന്റെ ഷൂറ മെമ്പറായിരുന്നു, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു അദ്ദേഹം ആ ലേബലിലാണ് ഫറൂഖ് കോളേജിന്റെ ചെയർമാനായത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കിയിട്ട് പിന്നെ എന്റെ കാര്യത്തിൽ നോക്കി നമുക്ക് എടുക്കാം. ആ അല്ല, ഇതിൽ എല്ലാവർക്കും വരാമല്ലോ. ഭരണഘടനാ സംരക്ഷണ സമിതിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ട അണികളൊക്കെ ഈ പരിപാടികൾക്ക് വരും. അല്ല, അവര് പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ, അവരൊക്കെ വരും. ഇതിനോട് താല്പര്യമുള്ള, ഈ ആശയത്തോട് താല്പര്യമുള്ള എല്ലാവരും വരും. ഇത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം പ്രശ്നമാക്കി അല്ല നമ്മൾ കൊണ്ടുവരേണ്ടത്. ഞങ്ങളിത് നടത്താൻ പോകുന്ന ഈ പരിപാടിയിൽ എല്ലാ ജാതി മതസ്ഥരും പങ്കെടുക്കും. പക്ഷേ മറ്റു ചില സംഘടനകൾ നടത്തുന്ന പരിപാടിയിൽ ബന്ധപ്പെട്ട സമുദായത്തിൽപ്പെടുന്ന ആളുകൾ മാത്രമേ പങ്കെടുക്കുള്ളൂ. നിങ്ങൾക്ക് തിങ്കളാഴ്ച വന്ന് ആ സദസ്സ് വീക്ഷിക്കാം. എല്ലാ മതസമൂഹവും, ഈ നാടിൻ്റെ പരിച്ഛേദം മുഴുവൻ അതിൽ പങ്കെടുക്കും. ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് ഇതിനെതിരായിട്ട് വരേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമോ പരിപാടിയോ അല്ല ഉണ്ടാവേണ്ടത്. അതാണ് ഇത്തരം ഇഷ്യൂകളിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സമരപരിപാടികളുടെ സാമൂഹ്യമായിട്ടുള്ള പ്രസക്തി എന്ന് പറയുന്നത്. ഇപ്പം കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തതിൽ, സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതിൽ, ഇതിനെതിരായിട്ട് കേസ് കൊടുത്തതിൽ CPIM ഉണ്ട്, CPI ഉണ്ട്, DYFI ഉണ്ട്, SFI ഉണ്ട്. ഒരു സംഘടനയുടെ, യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും ഉൾപ്പെടെ മറ്റേതൊരു പൊതുസംഘടനയുടെ, മതനിരപേക്ഷ സംഘടനയുടെ ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. വേറെ ഏതെങ്കിലും ഒരു പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടോ? APC തന്നെ കൊടുത്തിട്ടില്ല, AICCയും കൊടുത്തിട്ടില്ല. അല്ല, അത് പിന്നെ ഈ ഭേദഗതി നിയമത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അത് പാടില്ലല്ലോ. മുസ്ലിങ്ങൾക്കും പൗരത്വം കൊടുക്കും. അതായിരുന്നല്ലോ മുമ്പത്തെ നിയമം. ആ നിയമമാണല്ലോ ഭേദഗതി ചെയ്ത് ഇങ്ങനെ ആക്കിയത്. അതിങ്ങനെ ആക്കിയപ്പോൾ മറ്റു ചില ഭേദഗതികളും കൂടി വന്നിട്ടുണ്ട്. നേരത്തെ 10 വർഷമോ 11 വർഷമായിരുന്നു ഇന്ത്യയിൽ താമസിക്കണം എന്നുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നത്. അതിപ്പോൾ 5 വർഷമാക്കി ചുരുക്കി. അപ്പൊ അല്ല, ആ നിയമത്തിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ആ നിയമം പിന്നെ അതോടുകൂടി ഇല്ലാതായല്ലോ. നേരത്തെ പൂർവ്വസ്ഥിതിയിൽ, ഇതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കിയാൽ മതി. എന്തിനാണ് ഈ പൗരത്വം, നിലവിലുണ്ടായിരുന്ന പൗരത്വ നിയമം ഭേദഗതി ചെയ്തത്? അത് മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തുക. പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന്. ഈ ബംഗ്ലാദേശുമായിട്ടൊക്കെ എന്തിനാണ് പ്രശ്നം? ഇന്ത്യയുമായിട്ട് 970 ആ രാജ്യം രൂപീകൃതമായ അന്നു മുതൽ സൗഹൃദത്തിൽ കഴിയുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഇന്ത്യക്ക് നിലനിൽക്കുന്നത്. നമ്മളുടെ ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച വരികളാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം അവരുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്.